ഇതാണ് നമ്മളെ സങ്കടപ്പെടുത്തിയ വാക്കുകൾ. നമുക്കിപ്പോൾ മിനിസ്റ്റർ കെ രാജൻ കൂടി ചേരുന്നുണ്ട്. മിനിസ്റ്റർ, എനിക്കൊരു ഗുഡ് മോർണിംഗ് പറയാൻ കഴിയാത്ത വിധം നമ്മളെല്ലാവരും ആ വാർത്തയുടെ വേദനയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാചകമാണല്ലോ, അതിങ്ങനെ ചെവിയിൽ മുഴങ്ങുകയാണ്. ഒരുപാട് പ്രേക്ഷകർ മെസ്സേജ് അയക്കുന്നു, അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇനി എൻ്റെ കാലശേഷമാണെങ്കിലും ഇവൾ ഒറ്റയ്ക്കാവരുതല്ലോ. ഞാൻ ഈ മുകളിൽ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ജോലിയായിരുന്നു ജെൻസന്. അവർ രണ്ട് സമുദായത്തിൽപ്പെട്ടവരാണ്, പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. രണ്ട് കുടുംബാംഗങ്ങൾ ഏറ്റവും ഒടുവിൽ അവർക്കൊപ്പം തന്നെ നിന്നു, നിശ്ചയം കഴിഞ്ഞു. പക്ഷെ അപ്പോഴാണ് ആ ദുരന്തം ആ കുടുംബത്തെ ഇല്ലാതാക്കിയത്. ശ്രുതിക്കൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. മിനിസ്റ്റർക്ക് എന്താ പറയാനുള്ളത്? മിനിസ്റ്റർ കണ്ടു കാണുമല്ലോ ഈ രണ്ടുപേരെയും. തീർച്ചയായിട്ടും നമുക്കറിയാലോ, നമ്മളെ രണ്ടുപേരെയും കണ്ടു. ഈ ദുരന്തത്തിന് ശേഷം ശ്രുതിയെ ചൂരൽമലയിൽ വെച്ച് ഒന്നിലേറെ തവണ കണ്ടു. ജെൻസനും കൂടി വിട്ടുപിരിഞ്ഞതോടുകൂടി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ രാത്രി വിവരം അറിഞ്ഞപ്പോൾ പോകണമെന്ന് കരുതിയതാണ്. പക്ഷേ ഇന്ന് വളരെ അടിയന്തരമായി മുഖ്യമന്ത്രിയോടൊപ്പം ചില പരിപാടികളുള്ളതുകൊണ്ട് തീരെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഞാനവിടെ കളക്ടറെയും MLA-യും ബന്ധപ്പെട്ട ആളുകളെയും ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള കേളുവിനും ഒക്കെ വിളിച്ചിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ശ്രുതിക്കുള്ളൊരു അവസാനത്തത്താണിയായിരുന്നു. ആ വിധത്തിൽ ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ശ്രുതിയുടെ പ്രതിഷ്ഠിത വരൻ എന്ന വിധത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അരുൺ എല്ലാവർക്കും അറിയാവുന്ന പോലെ ദീർഘകാലത്തൊരു ആത്മബന്ധം ഉണ്ട് അവർ തമ്മിൽ. ശ്രുതിയുടെ എല്ലാവരും നഷ്ടപ്പെട്ടു. ആശുപത്രിയിലായതുകൊണ്ട് മാത്രം ശ്രുതി രക്ഷപ്പെട്ടു പോന്നു. പിന്നെ ജെൻസൺ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് കല്യാണമാകുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് കൂട്ടാൻ വീട്ടുകാരെല്ലാവരും തയ്യാറാണ്. എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞതാണ് വിവാഹം. അപ്പൊ അതുകൊണ്ട് ഇനി ഔപചാരികമായ ചടങ്ങുകൾ എന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശ്രുതിയെ അങ്ങോട്ട് കൂട്ടുകയായിരിക്കും നല്ലത് എന്നാണ്. അരുൺ അറിയാവുന്നതുപോലെ 21 പേർ അവിടെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഓരോരുത്തർക്കും ഒരു കുടുംബത്തിൽ 21 പേർ മാത്രം ഒറ്റപ്പെട്ടു പോയി 21 പേരെയും പ്രത്യേകം കൺസിഡർ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചപ്പോൾ ഓരോരുത്തരെയും എങ്ങോട്ട് വിടും എന്നൊരാലോചന എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ജിൻസന്റെ ഒരു അഭിപ്രായം തൽക്കാലം എവിടെയെങ്കിലും നിർത്തിയാണെങ്കിലും വളരെ വേഗത്തിൽ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നായിരുന്നു. ഇങ്ങനൊരു വാർത്ത കേൾക്കാതിരിക്കണമേ എന്നായിരുന്നു കുറെ മണിക്കൂറുകളായിട്ടുള്ള ആഗ്രഹം. പക്ഷേ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള നഷ്ടം ഉണ്ടായി. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ ജിൻസൺ ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂവിലേക്ക് കയറുമ്പോൾ ജിൻസൺ അവസാനം പറഞ്ഞ വാക്കുകൾ നമ്മുടെ എല്ലാം ചുവട്ടിൽ മുഴങ്ങുന്നുണ്ട്. നിലവിലുള്ളതിനേക്കാൾ ഒരു നല്ല ജോലി ശ്രുതിക്കുണ്ടാകണം. ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാകണം. ശ്രുതിയുടെ വീട്ടുകാർ മരിച്ചു, സഹോദരിയും അച്ഛനും അമ്മയും ഉൾപ്പെടെ. ഏറ്റവും പ്രിയപ്പെട്ടവനായി കരുതിയിരുന്ന ജിൻസനും ഈ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ജിൻസൺ അവസാനം പറഞ്ഞതുപോലെ ഏറ്റവും ചേർത്ത് പിടിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ജോലി തന്നെ ജിൻസൺ സ്വപ്നം കണ്ടതുപോലെ ശ്രുതിക്ക് സമ്മാനിച്ച് ഒരു പ്രയാസവും ഇല്ലാത്തതുപോലെ മലയാളം അവരെ കൊണ്ടുപോകും. കേരളം ഗവൺമെന്റ് അക്കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ടാകും. ഇനി നമുക്ക് ചെയ്യാൻ അത് മാത്രമേ ബാക്കിയുള്ളൂ. ശ്രുതിയെ ഒറ്റപ്പെടാത്ത വിധത്തിൽ ചേർത്ത് പിടിക്കുക. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു കുറവുമില്ലാത്ത വിധം ചേർത്ത് പിടിക്കും. കുറച്ചുകൂടി ശ്രുതിയുടെ വിദ്യാഭ്യാസത്തിനൊക്കെ തുല്യമായ വിധത്തിൽ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ലൊരു അക്കോമഡേഷൻ കൊടുക്കും. അതുകൊണ്ട് തീരില്ല, മാനസികമായി ശ്രുതിയോടൊപ്പം എല്ലാവരും ഉണ്ടാകണം. ഏറ്റവും അടുത്ത് ഇനി ശ്രുതി എങ്ങനെ, ഞാൻ ഇന്ന് കളക്ടറോട് തന്നെ പോയി ആ കാര്യങ്ങളിൽ പ്രത്യേകമായ ഒരു അന്വേഷണം നടത്തി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ശ്രുതി ഒറ്റപ്പെട്ടു പോകാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഒരു പെങ്ങളായി, ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ടുള്ള ഒരു സഹോദരിയായി നമുക്ക് എല്ലാവർക്കും ചേർത്ത് പിടിക്കാം. ഈ നഷ്ടപ്പെട്ടതെല്ലാം ശ്രുതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ശ്രുതി ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതിയിരുന്ന 4 പേരാണ് ഒരേ ഘട്ടത്തിൽ ഒരു മാസക്കാലത്തിന്റെ യവനികൾക്കുള്ളിൽ മറഞ്ഞുപോയത്. 30-ാം തീയതി തുടങ്ങിയ ദുരന്തം പിന്നലെ 11-ാം തീയതി ആവുന്നതോടുകൂടി വേണമെങ്കിൽ 41 ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ എല്ലാവരും വിട്ടുപിരിഞ്ഞ ഒരാളായി മാറി. പക്ഷേ ശ്രുതി അങ്ങനെ ഒറ്റപ്പെടാത്ത വിധം നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ രണ്ടുപേരും പല ഘട്ടത്തിൽ ശ്രുതിയെയും ജെൻസനെയും കണ്ടതാണ്. അതുകൊണ്ട് ആ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരു കുറവുമില്ലാതെ കൊണ്ടുപോകാൻ ഏത് വിധത്തിലുള്ള സഹായം വേണോ ആ സഹായങ്ങളെല്ലാം ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണ്. താങ്ക് യു മിനിസ്റ്റർ. ആ വാക്കുകൾ മാത്രമേ നമുക്ക് ആശ്വസിക്കാനുള്ളൂ. ഈ സമയത്ത് നമുക്ക് മറ്റൊന്നും ചോദിക്കാനോ പറയാനോ കഴിയില്ല. ആദ്യം ആ കുട്ടിക്ക് മനോധൈര്യമാണ് വേണ്ടത്. ഈ വാക്കുകളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ശ്രുതി കേൾക്കട്ടെ. മിനിസ്റ്റർ കൊടുത്ത ഈ ഉറപ്പ് ആ കുട്ടിക്കൊരു ധൈര്യമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട്. മിനിസ്റ്റർ കെ രാജനാണ് നമുക്കൊപ്പം ചേർന്നത്. മിനിസ്റ്റർ പറഞ്ഞതിലെല്ലാം ഉണ്ട്. ആ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്തില്ല, നമ്മൾ ചേർത്ത് പിടിക്കും എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ജോലിയെങ്കിൽ ജോലി, അഡോപ്റ്റ് ചെയ്യുന്നെങ്കിൽ അഡോപ്റ്റ് ചെയ്യും, പഠിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുന്നെങ്കിൽ അതും ചെയ്യും, അക്കോമഡേഷൻ വേണമെങ്കിൽ അതും ഒരുക്കും. സർക്കാർ എന്തിനും തയ്യാറാണ്. നമ്മൾ മലയാളികൾ അങ്ങനെ ശ്രുതി ഒറ്റപ്പെട്ട് വിടാൻ കഴിയില്ലല്ലോ. ശ്രുതിയുടെ കാര്യത്തിൽ റിപ്പോർട്ടർ TVയും പ്രേക്ഷകർക്കൊപ്പം തന്നെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ശ്രുതിയുടെ മുന്നോട്ടുള്ള പോക്കിൽ എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക അത് നമുക്ക് തീർച്ചയായും ചെയ്യണം.